This is the future. Evolution. This is the future. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ അടാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ എൻ്റെ കൂടെ ഒരാളുണ്ട്, പുള്ളി ഞാൻ പരിചയപ്പെടുത്താം. പുള്ളി ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഒരു സാധനം ഉള്ളൂ ഇത് കേട്ടോ, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഡെന്നിസാണ് എൻ്റെ കൂടെ ഉള്ളത്. ഡെന്നിസ് കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഒരു ഐറ്റമാണ്, കണ്ടോ, ഗ്രാവിറ്റി ബൈക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒരു എനർജി ഇല്ലാണ്ട് പെഡലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എൻജിനും മോട്ടർ ഒന്നുമില്ല, ഒരു എനർജി ഇല്ല, ഇലക്ട്രിക്കലല്ല, ഒന്നുമല്ല. അങ്ങനെ വർക്ക് ചെയ്യുന്നത് ഡെന്നിസ്. അതായത് ഇത് ഗ്രാവിറ്റി ബൈക്ക് എന്ന് പറയും. ഇത് ഇന്ത്യക്ക് പുറത്ത്, അതായത് അമേരിക്ക, കൊളംബിയ അങ്ങനത്തെ രാജ്യങ്ങളിൽ റേസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സൈക്കിളാണ്. അതായത് ഇറക്കത്തുനിന്ന് റേസ് നടത്തും. എന്നിട്ട് ആരാണോ ഫസ്റ്റ് ജയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രൈസ് എന്നുള്ള ഒരു നിലയ്ക്ക്. ഇതിലിരിക്കുന്ന ഓരോ ഗ്രിപ്പ് നമ്മൾ മാറ്റും തോറും ഇതിന്റെ സ്പീഡിൽ വ്യത്യാസം വരും. കുറെ കാര്യങ്ങൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുണ്ടല്ലേ? നമ്മൾ ഇരിക്കുന്ന ഓരോ ഗ്രിപ്പ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സ്പീഡ് കുറയും. ഞാൻ വരുന്ന സമയത്ത് ഇറക്കം വരുമ്പോ കുഴപ്പമുണ്ടാവില്ല. അതുമാതിരി ഇരുന്ന് നമ്മൾ മാക്സിമം ഇങ്ങനെ താന്നിരിക്കണം. അതാണ് ഇതിനെ ഗ്രാവിറ്റിയും ശരിക്കും പറയണില്ല. അപ്പൊ ഫ്രണ്ടിലോട്ട് ലോഡ് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ബാലൻസിങ് ആണ് ഇതിൽ വരുന്നില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര അപകടമുള്ള ഒരു സംഭവമാണെങ്കിലും നല്ലൊരു ഇഷ്ടവിനോദം എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ് ഇത് റൈഡ് ചെയ്യാൻ. ഇത് ഒരു വട്ടെങ്കിലും ഓടിച്ചിട്ടുള്ള ആൾക്കാർ എന്തായാലും പറയും എനിക്ക് ഇനി ഓടിക്കണം എന്തായാലും പറയും. പക്ഷെ ശ്രദ്ധ നല്ല രീതിക്ക് വേണ്ട ഒരു സൈക്കിളാണ്. കാരണം നമ്മുടെ ശ്രദ്ധ ഇത് ഓടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ വലിയ അപകടം വരെ സംഭവിക്കാം. കാരണം മുട്ടിന്റെ ചിരട്ട തകർന്നു പോകും. മുട്ടിന്റെ ചിരട്ട ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാലിന്റെ പത്തി നമ്മൾ വെച്ചിട്ട് ഇവിടെയാണ് കാലിന്റെ മുട്ട് വരിക. നമ്മളിങ്ങനെ വെക്കുമ്പോ അതൊരു പ്രത്യേക ലോക്കാണ്. അപ്പൊ എങ്ങാനും നമ്മളിങ്ങനെ വെക്കുന്നതിന്റെ ഇടയ്ക്ക് കാലൊന്ന് ഗ്രിപ്പ് തെന്നി കഴിഞ്ഞാൽ മുകളിൽ കാല് ലോക്കാവും. മുട്ട് നേരെ വന്നിട്ട് ഇവിടെ വന്ന് കുത്തും. അപ്പൊ ഇത് ട്രെയിനിങ് വേണം, അതിന് ഓടിക്കണമെങ്കിൽ ഒരു ട്രെയിനിങ് വേണോ? ട്രെയിനിങ് വേണം അല്ലേ? നമ്മുടെ ചില യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ട് സിമ്പിൾ ആയിട്ട് ഓടിച്ചു പോരുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഒരു കഴിവാ. നമ്മള് പേടി പാടില്ലേ സംഭവം ഓടിക്കുമ്പോ. നമ്മൾ ഓടിക്കുന്നേക്കാൾ മുമ്പ് ദൈവമേ വീഴോ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പോയി. ധൈര്യമായിട്ട് ഓടിക്കാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇനിയും കുറച്ച് മാറ്റം വരുത്തും. കാരണം നമുക്ക് ഇതിലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഒരു ഹബ്ബ് മോട്ടർ വരും. നമ്മുടെ ബാറ്ററി സ്കൂട്ടിക്കൊക്കെ ഉള്ള മാതിരി. അതാകുമ്പോ കയറ്റം വരുമ്പോ നമുക്കപ്പോ ചെറിയൊരു സപ്പോർട്ട് കിട്ടും. നമുക്ക് കുഴപ്പമില്ല, അതിങ്ങനെ കയറി പൊക്കോളും. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹെഡ്ലൈറ്റ് വരും. അതായത് നമ്മുടെ ഹാർലി ബൈക്കിനൊക്കെ വരുന്ന മാതിരി 2 ഡബിൾ ഹെഡ്ലൈറ്റ് വരും. അപ്പൊ നമ്മളൊരു പ്രത്യേക ലുക്ക് തോന്നിക്കില്ല. പിന്നെ നമുക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യും. ബാക്കിൽ ലൈറ്റ് വെക്കും. അതുമാതിരി കുറെ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ട് കുറച്ച് നാളിനുള്ളിൽ നമ്മൾ എന്തായാലും ഇറക്കും. നമ്മുടെ വേറെ ഒരു സൈക്കിളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക്. അതെങ്ങനെയാ അതിന്റെ ഒരു ഇത് വരുന്നത്? ഏകദേശം ഇതുപോലെ തന്നെ ഫുള്ള് പറഞ്ഞിട്ടുണ്ടാ? എന്നാലും അതിൽ പെഡൽ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നമ്മളത് ഓൾ ഇന്ത്യക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്ന സൈക്കിളാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം ബഡ്ജറ്റ് ഇറക്കിയിട്ട് ചെയ്യാൻ പോകുന്ന വലിയൊരു ഹെവി സൈക്കിൾ. അതിൽ ക്യാമറ എല്ലാം വരും. സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു വീട് നമുക്ക് കൊണ്ടുനടക്കണ മാതിരി തന്നെ നമുക്ക് അങ്ങനെ ഒരു സംഭവമാണ്. ഹെവിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മേക്ക്? ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ 20 ഇഞ്ച് ടയർ സൈസ് വരുന്ന കുട്ടികളുടെ സൈക്കിളിന്റെ ഹാൻഡില്, അതുമാതിരി ഹെഡ്, അതുമാതിരി ബാക്ക് സൈഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ അതിന്റെയാണ്. ബാക്കി വരുന്നത് MS-ന്റെ പൈപ്പാണ്. MS-ന്റെ പൈപ്പും GA-യുടെ പൈപ്പും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രീതിക്ക് ആക്കിയെടുത്താണ്. അതുമാതിരി ഇപ്പൊ ബുള്ളറ്റൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ അതിൽ വെക്കുന്ന ടൈപ്പ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ ഈ അടുത്ത് ഡിസ്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോർമൽ ബ്രേക്ക് ഉണ്ട്. ഫസ്റ്റ് നോർമൽ ബ്രേക്ക് പിടിച്ചിട്ടാണ് നമ്മൾ ഡിസ്ക് പിടിക്കാറ്. ഇത് സൈക്കിൾ യൂസ് ചെയ്യുന്ന ഡിസ്ക് തന്നെയാ? സൈക്കിളിന് വെക്കുന്ന ഡിസ്ക് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ നോക്കി നമ്മൾ സെറ്റ് ചെയ്താണ്. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ ക്ലാമ്പ് പോയിട്ട് കരുവാന്റെ അടുത്ത് പോയിട്ട് ജീവിപ്പിച്ചു. ഇത് ഡെന്നിയുടെ ചാനലിന്റെ പേരാട്ടോ. ഈ ചാനൽ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. സൈക്കിളിന്റെ പേര് ഈ പച്ച കളറും ബ്ലാക്കും കോമ്പിനേഷൻ നല്ല രസമുണ്ടല്ലോ കാണാൻ. പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്താ. അപ്പോൾ ഈ ഒരു അടിപൊളി സൈക്കിൾ നമ്മളെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കണ്ടേ? നമുക്ക് ഇവനെ നേരിട്ട് ട്രാക്കിലേക്ക് കൊണ്ടുപോകാം. അവിടെ വെച്ചാണ് നമ്മൾ ഇവൻ്റെ പെർഫോമൻസ് കാണാൻ പോകണം. ഓക്കെ, നമ്മളവിടെന്നാണ് കാല് വെച്ചേട്ടാ. നോക്കിക്കോ, നമ്മൾ കാല് വെക്കണ്ട. ഏകദേശം 1.5 കിലോമീറ്ററിന് മുകളിൽ നമ്മൾ ഇനി അങ്ങോട്ട് പോകും.
ഇറക്കം വളരെ കുറവുള്ള റോഡാണ് അത്. ഒരുപാട് ഉറക്കൊന്നുമില്ല. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് എത്ര സ്പീഡിൽ പോകണമെന്ന് അറിയാം. സ്പീഡ് നല്ലോണ്ട് ഇട്ടപ്പോൾ ഇറങ്ങുന്നതാണ് നല്ല ഭംഗിയുണ്ട്. സ്പീഡാട്ടാ, അടിപൊളി സ്പീഡാണ്. അതിനോട് ഹമ്പുണ്ടോ ഞങ്ങൾ ഓടിക്കുക ഹമ്പിന് അടിക്കുന്ന രീതി നോക്കി. അയ്യോ അമ്പിച്ച് അടിക്കുന്ന രീതി. അങ്ങനെയല്ല, ഇത് വളർത്തി ഇവിടുത്തെ ആൾക്കാരൊക്കെ അറിയോ? ഇപ്പോൾ നമ്മൾ തുടങ്ങിയ അവിടെ എത്ര ഒരു 2 കിലോമീറ്റർ ആയിക്കോട്ടെ. ഏകദേശം 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കയറ്റമാണ്, ചെറിയതാണിത്. നന്നായിട്ട് വീണ്ടും കൂടെ ക്ലോസാണ്. ഒരു എനർജി യൂസ് ചെയ്യാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേട്ടോ. നമുക്കിനി അവിടെ ഓടിക്കാം. ഫ്രണ്ടിലേക്ക് വെയിറ്റ് അഡ്ജസ്റ്റ് ഓടിക്കാൻ പറ്റിക്കൊണ്ടേയിരിക്കില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ചുറ്റും ഡെന്നിസിനെ പോലെ ഒരുപാട് കഴിവുകളുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ പുറം ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇറ്റ്സ് വ്ളോഗ്സായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഡെന്നിസിൻ്റെ ഈ ഒരു ഡെന്നി ദ മേക്കർ എന്ന് പറഞ്ഞ ഒരു ചാനലിലൂടെ നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ വീഡിയോസ് ഇനിയും നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഡെന്നിയുടെ സൈക്കിള് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എങ്ങനെയാണെങ്കിലും ഡെന്നിയുടെ ചാനലിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഇതിലൊക്കെ വന്നിട്ട് ചോദിക്കാം കേട്ടോ. പിന്നെ ആർക്ക് വേണമെങ്കിലും വന്ന് വീഡിയോ എടുക്കുക. അതിനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഡെന്നിയുടെ തന്നെ കുറേ ഫ്രണ്ട്സും ഉണ്ട്. എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഇവരൊക്കെ ചെയ്തു തന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പേടിക്കണ്ട. ആർക്ക് വേണമെങ്കിൽ വന്നിട്ട് ഇവർക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കാം. പിന്നെ ഡെന്നിക്ക് ഒരു സൈക്കിൾ മാത്രമല്ല, വേറെ ഒരുപാടുണ്ട്. അത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സൈൻ ഔട്ട് ചെയ്യാൻ. Signing out, Aju Padmanabhan.